ഡെലിവറി കഴിഞ്ഞ് പ്രസവ ശുശ്രൂഷ നടക്കുന്ന പല പെൺകുട്ടികളുടെയും അവസ്ഥകളും അഭിപ്രായങ്ങളും കേൾക്കുമ്പോൾ ഇത് പ്രസവ ശുശ്രൂഷയാണോ അതേ ഒരു ബുദ്ധിമുട്ടിക്കലാണോ എന്ന് ഡൗട്ട് തോന്നാറുണ്ട്. എത്ര വീഡിയോസ് പോസ്റ്റ് നേറ്റൽ കെയറിനെ കുറിച്ച് നമ്മൾ എത്ര വീഡിയോസ് ഇട്ടാലും ഇപ്പോഴും മിത്സും ഫാക്ട്സും ക്രാക്ക് ആയിട്ടില്ല. ഇന്ന് നമ്മളുടെ കൂടെ ന്യൂട്രിഡോക്കിൻ്റെ വ്യൂവേഴ്സിനായി ഈ മിത്സ് ആൻഡ് ഫാക്ട് ക്ലാരിഫൈ ചെയ്ത് തരാൻ വേണ്ടി നമ്മളുടെ കൂടെ ഉള്ളത് ഡോക്ടർ ലസിമയാണ് ഫ്രം ആയുർവേദ പോസ്റ്റ് നേറ്റൽ ഹെൽത്ത് സെൻറ്റർ. വെൽക്കം ടു ന്യൂട്രിഡോക് ഡോക്ടർ. ഹലോ. ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാൻ ചെല്ലുമ്പോൾ പലപ്പോഴും ഹൗ ആർ യു അല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് പലപ്പോഴും പലർക്കും വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പാലുണ്ടോ എന്നുള്ളത്. സിസേറിയൻ കഴിഞ്ഞാൽ പാലുണ്ടോ, അങ്ങനെ പല ഡൗട്ട്സ്. അതിൽ കോമൺ ആയിട്ട് വന്നൊരു മിത്ത് ആൻഡ് ഫാക്റ്റാണ് ഡോക്ടറോട് ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത്. ഈ സിസേറിയൻ കഴിഞ്ഞാൽ പാൽ ഉണ്ടാവില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടോ? മിത്താണോ ഫാക്റ്റാണോ? മിത്താണ്. എന്തായാലും പാലുണ്ടാവും. 3 ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് പാലായിട്ട് കാണുന്നത്. ആദ്യത്തെ കൊളസ്ട്രോൾ ഫോർമേഷനൊക്കെ കഴിഞ്ഞ് ആ ഒരു 3 days എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ടാവും. ഇപ്പോൾ സിസേറിയൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ സിസേറിയൻ ഉണ്ടാവുന്നത്. അപ്പോൾ അതും റിലേറ്റ് ചെയ്തിട്ട് പേഷ്യൻറ്റിൻ്റെ റിക്കവറി ടൈം കുറച്ച് പ്രശ്നമാകുമ്പോഴാണ് അതിലൊരു ഡിലേ ആവുന്നത്. ചിലപ്പോൾ 2 മണിക്കൂർ കൂടുമ്പോൾ സഖ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിന് ഫോളോ അപ്പ് കുറച്ച് കുറവായിരിക്കാം. അങ്ങനെയുള്ള പേഷ്യൻസിൽ ഒരു ഡിലേ ഉണ്ടാവും. ചില ആളുകൾക്ക് പ്രഗ്നൻസി ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും നല്ലോണം പാല് പുറത്തേക്ക് വരണം എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ ഈ ആളുകളാണ് മറ്റുള്ളവരായിട്ട് എനിക്കൊക്കെ ലാസ്റ്റ് ആയപ്പോഴും പാല് പുറത്ത് വന്നു തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ചില ആളുകൾക്ക് നിറയെ മീൻസ് അത് എന്തിലൂടെയാണ് ഹോർമോണൽ ഇംബാലൻസ് നടക്കുമ്പോൾ എന്തായാലും ഒരു ഇഞ്ചക്ഷൻ ചിലർക്ക് കാണും. അതുകൊണ്ട് തന്നെ അവരുടെ നിപ്പിളിൽ ഒരുപക്ഷെ ക്രസ്റ്റ് ഫോം ചെയ്തിട്ടോ അതാണ് ആ സമയത്ത് ഒരു മസാജ് ചെയ്യുകയാണെങ്കിൽ അത് പോകുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് എല്ലാവരിലും കാണണം എന്നില്ല. ഒരുപക്ഷെ ക്രസ്റ്റ് മാത്രം നമ്മൾ മനസ്സിലാവില്ല. ഇത് ഒരു യെല്ലോയിഷ് കളറിൽ വന്ന് അത് നോട്ട് ചെയ്യാൻ പാകത്തിൽ ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവരത് അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ മറ്റുള്ളവർ പറയുമ്പോഴേക്കും നമ്മൾ പേടിച്ചു പോകും. അപ്പോൾ എനിക്കതില്ല അല്ലേ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അവരെത്തും. അപ്പോൾ ഈ ആക്ച്വലി പാല് ഫോം ചെയ്യണതിൻ്റെ കറക്റ്റ് ഫിസിയോളജിസ്റ്റ് മാമിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് അതൊരു 12 weeks അതായത് ഒരു ഗർഭിണി 3 മാസമായിരിക്കുമ്പോഴേ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതായത് അവിടെ ഫോർമേഷൻ എല്ലാം നടന്ന് പിന്നെ ആ ആൽവിയോളിയുടെ സാക്കിലേക്ക് എത്തി പുറത്ത് കാണുന്നതാണ് നമ്മളിപ്പോൾ പ്രോംപ്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ ബേബി വന്ന് സക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബ്രെയിന് സിനാപ്സ് സെൻഡ് ചെയ്ത് പുറത്തേക്ക് ഇജക്ഷൻ നടക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ അത് 12th week സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷനും ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ പെട്ടെന്ന് ബേബീനെ പ്രസവിച്ച് ഫുഡ് കഴിക്കണോ പാലുണ്ടാവണോ ആ ഒരു കൺസെപ്റ്റ് അല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തില്ലേ ഡോക്ടർ, 90% 95% ആളുകളിലും മിൽക്ക് ഉണ്ട്. പാലില്ല എന്നുള്ള ടെൻഷനും വരെയും കാരണം വരുന്ന ഒരു ബ്രെയിൻ ആൻഡ് മാമറി ഗ്ലാൻഡ് തമ്മിലുള്ള കണക്ഷൻ്റെ പ്രശ്നങ്ങളാണ്. അതായത് പാലില്ല എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ ടെൻഷൻ അടുപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാല് സപ്രസ് ആയി പോണ കാര്യങ്ങളാണ്. അല്ലാതെ ഓൾറെഡി എല്ലാവർക്കും നോർമലി പാലുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു കേസിൽ റിയൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പാലില്ലാത്തൊരു സിറ്റുവേഷൻ ഡോക്ടറുടെ ക്ലിനിക്കിലോ അങ്ങനെ ഡോക്ടർ ഫേസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ കംപ്ലീറ്റ്ലി ഫോർമുല ഫീഡ് എന്ന് പറയുന്നത് ആ മദറും കുഞ്ഞും തമ്മിലുള്ള ഈ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സമയം കിട്ടാത്തപ്പോഴാണ്. നമുക്കങ്ങനെ ചിന്തിക്കാവുന്ന കേസസ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഇംപ്ലാന്റേഷനോ അല്ലെങ്കിൽ റിമൂവലോ ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനൊക്കെയാണ് അങ്ങനെ ഒരു സാധ്യതയുള്ളൂ. ബ്രസ്റ്റ് റിമൂവൽ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പാലില്ലാതെ വരുന്നില്ല. ആ ഒരു ഹിസ്റ്ററി നമ്മളൊരു പേഷ്യൻറ്റിനോട് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഐദർ അമ്മ ICU പേഷ്യൻ്റ് ആയിരിക്കാം, ഒരുപക്ഷെ ബോധമില്ലാതെയോ ഉണ്ണിനെ ഫീഡ് ചെയ്യാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പോൾ അതായത് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് ആ ഫസ്റ്റ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് കഴിഞ്ഞിട്ട് കുട്ടി ഫീഡ് ചെയ്യാനുള്ള ഡിലേ കാരണം ചിലപ്പോൾ ഒരുപക്ഷെ പാലില്ലാതെ ആവാം, കംപ്ലീറ്റ് ഓൺ ഫോർമുല ഫീഡ് ആവാം. ആ ഒരു ബേബിക്ക് ഒട്ടും ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാതെ, എങ്ങനെ ശ്രമിച്ചാലും ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാതെ. അപ്പോൾ അവരുടെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ തന്നെ അവർ ഈ ഫ്രീക്വൻറ്റ് ഫീഡിങ് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഐദർ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കാരണമായിരിക്കും. അമ്മേനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർ ഭയങ്കര സ്ട്രഗിളിങ് പീരീഡും ആയിരിക്കും ഫോർമുല കൊടുക്കുന്നത് കൊണ്ട് തന്നെ. പക്ഷെ അതിൻ്റെ റീസൺസ് മെറ്റേണൽ ഹിസ്റ്ററി ആയിരിക്കും. അവരുടെ ബോണ്ട് ക്രിയേറ്റ് ആവാനും ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഡോക്ടർ, പലപ്പോഴും പല പേഷ്യൻസിനും ഈ ഫോർമുല മിൽക്ക് മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു നീഡ് വരുമ്പോൾ ആ ഫോർമുലയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളതും കൂടെ ആളുകൾ മനസ്സിലാക്കണം. അല്ലേ? എന്ന് വെച്ചാൽ ഫോർമുല മിൽക്ക് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി സംതിങ് ദാറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം കെമിക്കൽസ്. അതൊരു കുഞ്ഞിൻ്റെ നീഡ് മനസ്സിലാക്കിയിട്ടാണ് ഒരു ന്യൂട്രീഷൻ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ
മിൽക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കറക്റ്റ് ആ പാറ്റേണിനല്ല പേഷ്യൻസ് മിൽക്ക് കൊടുക്കുക. നമ്മുടെ വകയായിട്ട് കുറച്ചും കൂടി വെള്ളം ചേർക്കുക, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അത് ആരും ഒരിക്കലും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഫോർമുല മിൽക്കിൽ കൊടുത്തേക്കുന്ന വെള്ളത്തിൻ്റെ ആ എമൗണ്ടിലേക്ക് ആ പറഞ്ഞ എമൗണ്ട് സ്കൂപ്പ് ഓഫ് പൗഡർ ആഡ് ചെയ്താലേ നിങ്ങളെ കുഞ്ഞിന് റിക്വയർ എമൗണ്ട് ഓഫ് ന്യൂട്രീഷൻ കിട്ടുള്ളൂ. അതിൽ നമ്മുടെ വകയായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ടും ഫ്രീക്വൻ്റ് ആയിട്ട് അതിൻ്റെ എമൗണ്ട് മാറ്റിയാൽ ഒരു ബ്രസ്റ്റ് മിൽക്കിൽ കിട്ടേണ്ട ന്യൂട്രിയൻസ് അത് കിട്ടാതെയാവും. അപ്പോൾ ഫോർമുല മിൽക്കിനെ ആക്ച്വലി എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും നല്ലത്. അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം, ബ്രസ്റ്റ് മിൽക്കാണ് എപ്പോഴും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഡോക്ടർ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പോലെ എമർജൻസി വരുമ്പോൾ നിങ്ങൾ ഫോർമുല മിൽക്കും ഒരു ഡോക്ടറുടെ ഹെൽപ്പോട് കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലത്. ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ ഫോർമുലയുടെ സ്കൂപ്പിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞു. അതിലുണ്ടാവുന്ന ഒരു വലിയ വ്യത്യാസമാണ് ഇപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ മൈൽ സ്റ്റോൺ ഓരോ വീക്കിലി അറ്റൈൻ ചെയ്യുന്ന ബേബി വെയിറ്റ് ഉണ്ടാവും. ഒരു പക്ഷേ ആ ബേബി വെയിറ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ടാവില്ല, ഫോർമുല ഫീഡും ആയിരിക്കും. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പീഡിയാട്രീഷ്യൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ക്വാണ്ടിറ്റി അവർ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഫോർമുല ഇപ്പോൾ പറ്റില്ലല്ലോ, മോശമല്ലേ, അപ്പോൾ നമ്മൾ എങ്ങനെയാ അത് കൊടുക്കുക എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾ സ്വയം കട്ട് ചെയ്യാതിരിക്കുക. അതൊരു വലിയൊരു പോയിന്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഒരു പക്ഷേ ബ്രസ്റ്റ് മിൽക്ക് ഇങ്ങനത്തെ കേസിൽ ബ്രസ്റ്റ് മിൽക്ക് ആയി വരുന്ന പേഷ്യൻസിനോട് കുറച്ചൊന്ന് ഫോർമുല വെച്ചിട്ട് അസിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ഫോർമുല അസിസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ടൈമിലും ഹാഫ് ആക്കി കൊടുക്കും. അപ്പോൾ ബേബിയുടെ വെയിറ്റ് നമുക്ക് അറ്റൈൻ ചെയ്യില്ല, നമുക്ക് ബർത്ത് വെയിറ്റ് മിസ്സായിട്ടുണ്ടാവും, അത് അറ്റൈൻ ചെയ്യാതെ ബുദ്ധിമുട്ടും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ബിലിറുബിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, ഈ പാലിൽ വരുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും ബേബി. അപ്പം അത് സ്വയം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എപ്പോഴും പീഡിയാട്രീഷ്യൻ്റെ അസിസ്റ്റൻസ്, എപ്പോഴും ഒരു പീഡിയാട്രീഷ്യൻ്റെ അസിസ്റ്റൻസോട് കൂടെ തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതെ, പലപ്പോഴും ഒരു ഡൗട്ട് വരാറുള്ളതാണ്, ഇപ്പം ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഈ ഫോർമുല ഫീഡിനെ പറ്റിയിട്ട് എല്ലായിടത്തും നെഗറ്റീവ് കാര്യങ്ങളാണല്ലോ, അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന അമ്മമാർക്ക് തോന്നുന്നതാണ് അപ്പോൾ ഫോർമുല കൊടുക്കാൻ പാടില്ല, ഞങ്ങളൊക്കെ ചീത്ത അമ്മമാരാണോ എന്നുള്ളൊരു കാര്യം. പക്ഷെ അത് അവർക്ക് ഒട്ടും പാലില്ലാത്ത പ്രശ്നങ്ങളിലൂടെ വന്നതുകൊണ്ടാണ് ഫോർമുല ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ അതിനെ സപ്പോർട്ട് അതെല്ലാവരും മനസ്സിലാക്കണം. അല്ലാണ്ട് ഞങ്ങൾ ബ്ലാൻഡ് ആയിട്ട് ഫോർമുല മിൽക്കിന് സപ്പോർട്ട് ചെയ്യണമല്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ ഫോർമുല മിൽക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ രാഗി വെള്ളം, കഞ്ഞിവെള്ളം, പയറ് വെള്ളം, ഇതൊക്കെ പയറ് വേവിച്ചിട്ട് ജ്യൂസ് അടിച്ച് ഇതൊക്കെ കൊടുക്കണ കാണാറുണ്ട് കുട്ടികൾക്ക്. ബട്ട് നമ്മുടെ കുട്ടികളുടെ ഗട്ട് അത്രയും ഡെവലപ്ഡ് അല്ല, നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ്സ് ഒന്നും ഡൈജസ്റ്റ് ചെയ്യാൻ ഡെവലപ്ഡ് അല്ല. അപ്പോൾ നിങ്ങളിതൊന്നും കൊടുത്തോണ്ട് ആ കുട്ടിക്ക് യാതൊരു ന്യൂട്രീഷനും കിട്ടാൻ പോകണില്ല. അപ്പോൾ അതും നിങ്ങൾ ആക്ച്വലി നിങ്ങൾ റിവേഴ്സ് എഫക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐദർ ബ്രസ്റ്റ് മിൽക്ക് അല്ല, ബ്രസ്റ്റ് മിൽക്ക്, ഇൻ കേസ് ഓഫ് എമർജൻസി ഫോർമുല മിൽക്ക്, അത് കൂടുതൽ വേറൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾ ആരും പോകരുത്. സോ അപ്പോൾ ന്യൂട്രിഡോക്കിൻ്റെ വ്യൂവേഴ്സിനോട് ഇതാണ് പറയാനുള്ളത്. ഒരിക്കലും ഒരമ്മ കേൾക്കെ നിങ്ങൾ ഒരിക്കലും പാലില്ല എന്നോ അല്ലെങ്കിൽ പാലിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചോ അതിൻ്റെ കൺസിസ്റ്റൻസിയെക്കുറിച്ചോ ഒന്നും ഒരു കമൻറ്റും പറയാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ ഈ പാലിൻ്റെ പ്രൊഡക്ഷൻ്റെ മെയിൻ ഹോർമോൺ റിലീസ് വരുന്നത് ബ്രെയിനിൽ നിന്നാണ്. എന്ത് ടെൻഷൻ, എന്ത് സ്ട്രെസ് ആ അമ്മ ഫേസ് ചെയ്താൽ ആ ഹോർമോൺ റിലീസ് ഇംബാലൻസ്ഡ് ആവും, അതുവഴി മിൽക്ക് പ്രൊഡക്ഷൻ കട്ടാവും. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കീപ് വാച്ചിങ് ന്യൂട്രിഡോക് ആൻഡ് സ്റ്റേ ട്യൂൺ.